കുറച്ച് വെള്ളം തരൂ. ഇന്ന് രാത്രി ഞാനിവിടെ നിന്നോട്ടെ? നിന്നോ? എനിക്കെന്ത് കുഴപ്പം? ആഹാ, വെള്ളം കളിയാണല്ലോ. ഹണീബി, തണുപ്പത്ത് നല്ലതാ. അടിക്കോ? എന്ത് മദ്യം? നല്ല അടി അടിക്കും. കവിള് എന്തു പറ്റി? കവിളില് ഒരാളെയാണെന്ന് പറഞ്ഞു വിളിച്ചതാ. ചെന്ന് നോക്കിയപ്പോ 3 പേര്. പറ്റില്ലാന്ന് പറഞ്ഞപ്പോ ഒന്ന് കിട്ടി. സാറ് കഴിക്കുന്നില്ലേ? നിന്റെ വീടെവിടെ? പേരോ? ആ ശരി, പറയണ്ട. ഒരു പഫ് എന്നാ പറയാം. പ്രേമ, അതാണ് എൻ്റെ പേര്. സ്ഥലം വിടുന്ന ഒരു 10 കിലോമീറ്റർ പോയാൽ മതി. സാറിന്റെ പേര്? എൻ്റെ പേര് നസീർ. നസീർ നിത്യഹരിത നായകനാണല്ലോ. കാമുകനാണോ? ആയിരുന്നു. ഇപ്പം നല്ല അസല് കള്ളൂടിയാണ്. അല്ല, നീ എന്താ ഈ മുല്ലപ്പൂ ഒന്നും വെക്കാതെ? അതെന്തിനാ? കാണുന്നവർക്ക് തോന്നണ്ടേ ഈ മുല്ലപ്പൂക്കെ വെച്ച് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട്. കാണുന്നവർക്ക് മനസ്സിലാവാത്തോണ്ടാ ഞാൻ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത്. ചിരിക്ക് നിറം പോരല്ലോ പ്രേമ. വിശന്നിട്ട് വയ്യ. ഉച്ചയ്ക്കും കാര്യമായിട്ടൊന്നും കഴിച്ചില്ല. ഈ കവറിൽ പൊറോട്ട ഇരിപ്പുണ്ട്, നമുക്ക് കഴിച്ചാലോ? ഞാനൊന്ന് ബീഫ് കഴിക്കണമെന്ന് വിചാരിച്ചേ ഉള്ളൂ. ഇപ്പൊ വീട്ടിലോട്ട് പോകാൻ പേടിയുള്ളതുകൊണ്ടാണോ എൻ്റെ കൂടെ നിൽക്കട്ടെ എന്ന് ചോദിച്ചത്? പേടിയൊന്നുമല്ല. രാത്രി പോലീസുകാരുണ്ടാവും, എന്തിനാ വെറുതെ. പിന്നെ നോക്കിയേ, നല്ല മഴ വരുന്നുണ്ട്. പിന്നെ താനെന്തിനാ ഈ പണിക്കുന്നത്? സാറ് കഴിക്കുന്നില്ലേ? ഞാൻ വാരിത്തരാം. പ്രേമേ, നിന്നെ കണ്ട ഈ പണി ചെയ്ത് ജീവിക്കണ പെണ്ണാന്നേ പറയില്ല. ഒരു ടീച്ചറാണെന്നേ തോന്നുന്നു. തോന്നലുകളാണ് പ്രശ്നം. ഒന്നും തോന്നാണ്ടിരുന്ന പ്രശ്നം കഴിഞ്ഞില്ലേ? നീ ഏതുവരെ പഠിച്ചു? ഡിഗ്രി.
ഞാൻ പഠിച്ചതും വളർന്നതൊക്കെ വെല്ലിച്ചൻ്റെ വീട്ടിലായിരുന്നു. പിന്നെ പഠിപ്പൊക്കെ നോക്കിയിരുന്നതും വെല്ലിച്ചനായിരുന്നു. ഞാൻ ഡിഗ്രി പാസ്സായതും വെല്ലിച്ചൻ ഫീൽഡ് ഔട്ട് ആയതും ഒരുമിച്ചായിരുന്നു. വെല്ലിച്ചൻ പാടായതിനു ശേഷം അവർക്ക് വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതിനിടയ്ക്ക് ഒരാളെന്നെ പ്രേമിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അത് ഭയങ്കര രസമായിരുന്നു. പുള്ളിക്കാരൻ പിന്നാലെ നടന്നിട്ട് ഭയങ്കര ശല്യമായിരുന്നു. അവസാനം പെണ്ണു വെച്ച് വീട് വരെ എത്തി. പുള്ളിക്കാരൻ എന്ന് പറഞ്ഞാൽ ഫുൾ സെറ്റപ്പാണ് കേട്ടോ. നല്ല മൊഞ്ചനാണ്. പിന്നെ ചെന്നൈയിലാണ് വർക്ക് ചെയ്യുന്നതും. അവര് വേറെ ഒന്നും പ്രത്യേകിച്ച് അന്വേഷിക്കാൻ നിന്നില്ല, കെട്ടിച്ചങ്ങ് വിട്ടു. പിന്നെ പുള്ളിയുടെ കൂടെ അങ്ങ് ചെന്നൈക്ക് പോയി. ജീവിക്കാൻ കൊതി തോന്നിയിരുന്ന കുറച്ച് ദിവസങ്ങളായിരുന്നു അത്. അവിടെ എത്തിയപ്പോ അവനെന്നെ നല്ല വിലക്ക് വിറ്റു. പിന്നെ ഒരു വർഷം അവന്റെ കൂട്ടുകാരും പോകുന്നവരും വരുന്നവരും എല്ലാം. ഏതോ ഒരു രാത്രിയിൽ എവിടെയോ കണ്ടാക്കിയിട്ട് അവനങ്ങ് പോയി. നിങ്ങൾ നേരത്തെ ചോദിച്ചില്ലേ എന്തിനാ ഈ പണിക്ക് പോണേന്ന്? അവൻ എന്നെ ഉപേക്ഷിച്ചു പോയ ആ രാത്രിയിൽ എന്ത് ചെയ്യണമെന്നോ എവിടെ പോകണമെന്നൊക്കെ അറിയാൻ വയ്യാണ്ട് നിന്ന സമയത്ത് എന്റെ കൂടെ ഉണ്ടായിരുന്നത് ഇവിടുത്തെ കുറച്ച് തെരുവ് പട്ടികൾ മാത്രമാണ്. ഇന്ന് ഈ സദാചാരം പറഞ്ഞു നടക്കുന്ന പല തെണ്ടികളും അന്ന് എന്റെ തുണിയെ വന്നിട്ടുണ്ട്. അന്ന് ആ തെരുവ് പട്ടികൾ തന്ന വില പോലും ഇവര് തന്നിട്ടില്ല എനിക്ക്. ഈ ചാവാനും ജീവിക്കാനും പറ്റാത്തൊരവസ്ഥയുണ്ടല്ലോ, അതൊക്കെ അനുഭവിച്ചാലേ മനസ്സിലാവും. അതനുഭവിച്ചു ജീവിക്കാൻ തന്നെ തീരുമാനിച്ചു, കാശുണ്ടാക്കാനും.